ഹേ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ ഒരു 7:53 നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോകണം. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടതുപോലെ അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം തൈറോയിഡിൻ്റെയും വിറ്റാമിൻ ഡിയുടെയും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ പോയി ടെസ്റ്റ് ചെയ്യണം. ഞങ്ങൾ 4:30 വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ്. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അമ്മയെ കയറ്റി. രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പക്ഷേ റിസൾട്ട് വൈകിട്ടേ വരത്തോളായിരുന്നു. നല്ല ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടും ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നു ഗൈസ്. ഇനി ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഈവനിങ്ങിലേ അറിയത്തുള്ളൂ. ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയാണ് ഗൈസ്. ഇനി നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ഒരു അക്കൗണ്ട് എടുക്കണമായിരുന്നു. പക്ഷെ അതിൻ്റെ പുറകിൽ ഇപ്പോൾ കിടന്ന് പോയിട്ട് കുറേ ദിവസമായി. അത് അക്കൗണ്ട് സാങ്ഷൻ ആവണം. അന്നേരം സാങ്ഷൻ ആവാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇന്നറിയാമോ അത് സാങ്ഷൻ ആവുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഓപ്ഷൻ നോക്കണം. അവിടെ ചെന്ന് കുറേ നേരം ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കേണ്ടി വരുന്നു. എൻ്റെ അക്കൗണ്ട് ഇതുവരെ അവർ മെയിൽ അങ്ങോട്ട് അയച്ചില്ല എന്ന് ചെന്നപ്പോഴാണ് അവർ ആ കാര്യം ഓർത്തത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അക്കൗണ്ട് ശരിയായി ഗൈസ്, അക്കൗണ്ട് ശരിയായിട്ടുണ്ട്. കുറേ താമസിച്ച്. എത്ര മണിക്ക് പോയത് നമ്മൾ? അങ്ങനെ ഞാനും അമ്മയും അടുത്തുള്ളൊരു കടയിൽ കയറി സമൂസയും പിന്നെ ഓറഞ്ച് ജ്യൂസും ഒക്കെ കുടിച്ചു. അവിടുന്ന് ഇറങ്ങി. പിന്നെ മിന്നുവിന് ബിരിയാണി വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കാൻ കടയിൽ കയറി. അങ്ങനെ ഒരു പാഴ്സൽ ബിരിയാണി വാങ്ങിച്ചു ഗൈസ്. മിന്നുവിന് നമ്മൾ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്നു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു. ബാങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു അക്കൗണ്ട് എടുക്കാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അവർ അത് അയച്ചതെന്തോ മിസ്റ്റേക്ക് എന്തോ പറ്റി. അങ്ങനെ ഇത്രയും ദിവസം ലാഗ് വന്ന്. ഞാൻ ഇന്നലെ പോയി അന്വേഷിച്ചപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് പറഞ്ഞത്. നോക്കട്ടെ സാങ്ഷൻ ആയില്ലെന്ന് വിളിച്ച് പറയാമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെ പോയപ്പം അവർ പറഞ്ഞെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം സാങ്ഷനായി കിട്ടി. പാസ്ബുക്ക് കൈ കിട്ടി ഗൈസ്. നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. കഴിച്ച് നോക്കാം. ഓറഞ്ച് മാങ്ങയാണെന്ന് തോന്നുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ്. ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ അമ്മയായിട്ട് കഴിഞ്ഞ വ്ളോഗിനകത്ത് കണ്ടതാണ്. ഞാൻ അമ്മയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി, പിന്നെ ബാങ്കിൽ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ലേറ്റായി. എന്നിട്ടിപ്പം കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. എന്നിട്ട് എണീറ്റൊന്ന് കുളിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകും. അപ്പം ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല. സോ നമുക്ക് ബാക്കി വെച്ചിരുന്ന ബിരിയാണി കഴിക്കാം. ബിരിയാണി ആയിട്ടെ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞാലെന്ന് തോന്നുന്നു, അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നില്ലായിരുന്നു. ഇന്ന് ഈവനിങ് വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചില്ല. അപ്പോൾ നമുക്ക് നാളെ ആയിരിക്കും പോകേണ്ടത്. അപ്പോൾ വീണ്ടും വ്ളോഗ്. എനിക്ക് വ്ളോഗുകളുടെ ചാകരയാണ് ഗൈസ്. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് വരാം ഗൈസ്. ഹേ ഗൈസ്, നമ്മളിനി വീണ്ടും ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്. നമ്മൾ വീണ്ടും അമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അയച്ചു തന്നതിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനി ഡോക്ടറിന് എന്തോ പറയുന്നത് അറിയത്തില്ല. അപ്പോൾ വീണ്ടും റിസൾട്ട് വാങ്ങാൻ പോവാണ്. 2 ദിവസമായിട്ട് ഓട്ടമാണ് ഗൈസ്, ഓട്ടം. ഇന്ന് പോയിട്ട് നാളെയും പോകണമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം നോർമലായിരുന്നു. പിന്നെ ടെൻഷൻ്റെ എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് മാങ്ങയൊക്കെ കഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.